الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب ബഹുമാന്യ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് നമ്മുടെ ഓരോ നിമിഷാർത്ഥവും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധത്തോടെ തഖ്വ കൈവിടാതെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലേക്ക് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെയൊക്കെ പരിചയത്തിലെ ബന്ധത്തിലെ പല ആളുകളും പോയിട്ടുണ്ടാകും, ചിലർ പോകാനിരിക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സാന്ദർഭികമായ ചില കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന്, ഹജ്ജ് കർമ്മം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. എണ്ണുമ്പോൾ അഞ്ചാമത്തതാണ്. വളരെ പ്രാധാന്യമുള്ള നിർബന്ധമായ ഒരു ആരാധന കർമ്മമാണ് ഹജ്ജ്. ഈ നിർബന്ധത സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് ഇവിടെ ഹജ്ജ് ചെയ്ത പലരും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹജ്ജ് ചെയ്യേണ്ട എന്നാൽ ചെയ്തിട്ടില്ലാത്ത കുറെ ആളുകളുണ്ടാവും. സാമ്പത്തികമായിട്ടുണ്ട്, ശാരീരികമായിട്ടും ഫിറ്റാണ്, പക്ഷെ അതൊന്നും എനിക്കുള്ളതല്ല
എന്ന എന്തോ ഒരു മട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതൊരു ബാധ്യതയായി കിടക്കും. അതുകൊണ്ട് ഞാൻ പോകേണ്ടതല്ലേ, ആണോ, പോകേണ്ടതുണ്ടോ, നിർബന്ധ ബാധ്യത എനിക്ക് ഉണ്ടാകുമോ? നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്ന് പരിശോധിക്കാം, ആരോഗ്യത്തിന്റെ അവസ്ഥയും പരിശോധിക്കാം. ബാധ്യതയുണ്ടെങ്കിൽ നാം ശ്രമിക്കുക. ഒരു പക്ഷേ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. നാം ശ്രമിക്കാതിരിക്കരുത്, സാധ്യമാകുന്ന ആളുകൾ ശ്രമിക്കാതിരിക്കരുത്. കാരണം അതൊരു ബാധ്യതയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്ത് ആല ഇംറാൻ, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹുവിന് വിശ്വാസികളായ ആളുകൾ ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് ചെയ്യൽ ബാധ്യതയാണ്. മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല, അതിന് അങ്ങോട്ടുള്ള വഴി സൗകര്യപ്പെടുന്ന ആളുകൾക്ക് എന്നാണ്. ഈ വഴി സൗകര്യപ്പെടുക എന്ന് പറയുന്നത് ഉദ്ദേശം രണ്ട് നിലക്കാണ്. ഒന്ന്, സാമ്പത്തികമായ ഒരു ഫിറ്റ്നസ് ഉണ്ടാവുക എന്നതാണ്. അതുപോലെ ശാരീരികമായ ഒരു യോഗ്യത ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ നിലക്ക് ഒരു അവസ്ഥ ഉള്ള ആൾക്ക് അത് നിർബന്ധമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഹജ്ജ് അത് വേറെ കുറെ ആൾക്കാർക്ക് ഉള്ളതാണ് എന്നൊരു നിലക്ക് ആ ഒരു മട്ടിൽ വിടാതെ, സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അതിന് പോകാനുള്ള താല്പര്യത്തോടെ ശ്രമം നടത്തുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഹുജ്ജു, അല്ലാഹ് നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഫഹുജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന്. അപ്പൊ ആ സമയത്ത് അത് കേട്ട ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, റസൂലെ, എല്ലാ കൊല്ലം ചെയ്യണോ എന്ന്. റസൂൽ ആദ്യം കേൾക്കാത്തമായിരുന്നല്ലോ, കാരണം എല്ലാ കൊല്ലം ചെയ്യേണ്ടതില്ല. പിന്നെ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ അതേത് പറഞ്ഞങ്ങൾ ചെയ്യൽ ബാധ്യത. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതേമാതിരി കേട്ടാൽ മതി ആൾക്ക് റസൂൽ പറഞ്ഞു. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലാണ് നിർബന്ധമായിട്ട്. ഇനി ഇതിന്റെ ഫള്, ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത്ത്, ഇവിടെ ആ കഅബയുടെ അരികിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ സംഗതിയാണ്. ഇവിടെ വന്ന് ഒരാള് ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഫലം യർഫുദ് വലം യഫ്സുഖ്, ആ ഹജ്ജിൽ വേണ്ടാത്ത വർത്തമാനങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നുമില്ലാതെ നല്ല ഹജ്ജ് ചെയ്യണം. നമ്മൾ സാധാരണ പറയല്ലോ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്. മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായ ഹജ്ജ് എന്നാണ്. മബ്റൂർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മോശമായ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹജ്ജ്. അങ്ങനെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാണ് ഉദ്ദേശിച്ചത്. ആ നിലക്കുള്ള ഹജ്ജ് ചെയ്ത് ഒരു മനുഷ്യൻ തിരിച്ചു വരുമ്പോ ഞാൻ ഇതിന്റെ അപ്പുറത്തൊരു വിശദീകരണം ആവശ്യമില്ലാത്ത രൂപത്തിൽ എന്താണ് അതിന്റെ ഫദല് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. അയാൾ മടങ്ങി വരുന്നത് അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ചപ്പോൾ എത്ര പരിശുദ്ധമായ അവസ്ഥയിലായിരുന്നു അയാളുടെ മനസ്സ്, ഇതുപോലെ പരിശുദ്ധമായ മനസ്സോടെയാണ് അയാൾ തിരിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞ് പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാപം എന്തെന്നറിയുമോ? പാപം ചെയ്യാൻ അറിയുമോ? ഇല്ല. അത്രയും പരിശുദ്ധ മനസ്സാണ്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കയൗമി വലദതുഹു ഉമ്മുഹു, റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. അയാളുടെ ഉമ്മ അയാൾക്ക് ജന്മം നൽകിയപ്പോൾ അയാൾ എത്ര പരിശുദ്ധനായിട്ടാണ്, പാപങ്ങളുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലാണോ ജനിച്ചത്, ആ രൂപത്തിലാണ് അദ്ദേഹം മടങ്ങി വരുന്നത് എന്ന്. ഇത് വേണ്ടേ നമുക്ക്? അതുകൊണ്ട്
നാം അത് ചെയ്യൽ ബാധ്യതയായിട്ടുള്ളവരാണോ എന്ന് അവനവന്റെ കേസ് അവനവൻ പഠിക്കുക. ഇത് ഒരു ഹാജി എന്നുള്ള പേരിൽ അറിയപ്പെടാനാകരുത്. ആ മനുഷ്യൻ ഈ പ്രതിഫലമില്ല. അയാൾ ഒരു പക്ഷെ ഹാജി എന്നുള്ള പേര് അറിയപ്പെട്ടു ദൂരം അത്രയും ഉണ്ടാവും, ഒരു പ്രതിഫലം ഉണ്ടാവും. ഇനി മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ. ഒരാള് രണ്ട് ഉംറ ചെയ്യാണ്, ഒരു ഉംറ മറ്റൊരു ഉംറ. ആ രണ്ട് ഉംറകൾക്കിടയിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് മതി. പിന്നെ ഹജ്ജിനെ പറ്റി പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാത്തൊരു ഹദീസ. എന്തിനപ്പുറം എന്താ പറഞ്ഞിരുന്ന നമുക്ക്? വൽ ഹജ്ജുൽ മബ്റൂർ, നേരത്തെ പറഞ്ഞ തിന്മകൾ ചേർന്നിട്ടില്ലാത്ത നല്ല ഹജ്ജ് ഉണ്ടല്ലോ, ആ ഹജ്ജ് ലൈസ ലഹു ജസാഉൻ, അതിന് പ്രതിഫലമില്ല, ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ. ഡയറക്റ്റ് സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല. എന്താണ് അത്രയും ഉറപ്പും ഓഫറാണത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ആവർത്തിക്കുന്നു, ഹജ്ജ് ഹജ്ജ് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും പല ആളുകൾ ഞാൻ ഹജ്ജിന് കൊടുത്തു കിട്ടി എന്ന് പറയുമ്പോൾ ആ വിവരം നമ്മുടെ കാതിലിങ്ങനെ വരുമ്പോ, അല്ല ഞാനൊരു അപേക്ഷിക്കേണ്ട ആളാണോ, ആണെങ്കിൽ ഞാൻ അപേക്ഷിക്കണ്ടേ എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. അപ്പൊ ഈ സന്ദർഭത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം സഹോദരന്മാർ സഹോദരിമാർ ആ മക്ക ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, എത്രയോ ഫ്ലൈറ്റുകൾ ലോകത്തിന്റെ പല ഭാഗത്ത്, കപ്പലുകൾ അവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി. വെറുതെ ഞാൻ പോകുന്നുണ്ടോ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയും. ഓക്കെ, അത് പറയും, അത് പറഞ്ഞു അപ്പ എന്നും പറഞ്ഞ് പിരിയും. എന്നാൽ ആ മനുഷ്യൻ ഓർമ്മയാകുമ്പോൾ അല്ലാഹ് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീഖ് അയാൾക്ക് കൊടുക്കണേ എന്ന് ആ വ്യക്തിക്ക് വേണ്ടി, മൊത്തത്തിൽ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് വേണ്ടിയും. അവിടെ അപകടങ്ങളും കുറെ ആളുകൾ ഒരുമിച്ച് കൂടുന്നതാണ്, തിക്കും തിരക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതകളാണ്. അവിടെ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ അവിടെ വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും വലിയ തിക്കും തിരക്കൊക്കെയാണല്ലോ. പ്രാർത്ഥിക്കുക, കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി. അപ്പൊ ആ നിലക്കുള്ള ഒരു ശ്രദ്ധ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഈ സന്ദർഭത്തിൽ. അതുപോലെ രണ്ടാമതൊരു കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കുന്ന സമയം കൂടെയാണ്. അദ്ദേഹത്തിന്റെ ത്യാഗോജ്ജലമായ ജീവിതം അയവറക്കുന്ന സമയം കൂടെയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ കുറെ തലങ്ങൾ, സാമൂഹ്യ രംഗത്ത് വ്യക്തിപരമായ തലത്തിലൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ച ആ ഒരു ശ്രദ്ധ, ആ ഒരു ഏരിയ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ബഹുമാന്യ വിശ്വാസികളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് നമുക്കറിയാം ആസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആസർ ആയിരുന്നു. ഈ ആസർ, ചില ആളുകൾ പരമ്പര നന്നാക്കാൻ വേണ്ടി അത് പിതാവല്ല, അത് എളാപ്പയാണ് മൂത്താപ്പയാണ് എന്നൊക്കെ പറയാറ്. അദ്ദേഹത്തിന്റെ പിതാവാണ് ആസർ. ഈ ആസർ വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹാരാധകരും അതിന്റെ വിൽപ്പനക്കാരനൊക്കെയായി നമുക്കറിയാം. ആ പിതാവിനോട് ആ ശിർക്ക് ഒഴിവാക്കി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒഴിവാക്കി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് എത്ര സ്നേഹത്തോടെ, എത്ര ബഹുമാനത്തോടെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലും ആ ഒരു ശ്രദ്ധ വേണം. നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന് നമ്മുടെ ആഗ്രഹമാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ റേഷൻ കാർഡ് ഉണ്ട്. ഈ റേഷൻ കാർഡിൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ പേരിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അല്ലെ? എത്ര അവനവന്റെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് 5, 8, 10 എത്ര വെച്ചുണ്ടാവും.
അതിലെ എല്ലാവരും അയിത്ത മാത്രല്ല, അതല്ലാത്ത കുടുംബം നമുക്കുണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടാകണം. അതുപോലെ അതിനു വേണ്ട കഠിനാധ്വാനം. നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗം നരകത്തിൽ എത്തിപ്പെടരുത് എന്നതിനുള്ള ആ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകും. അപ്പൊ നാട്ടിൽ ഒരു പകർച്ചവ്യാധി ഇങ്ങനെ ശക്തമായി ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഉണ്ട് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ വളരെ ജാഗ്രത പാലിക്കും. നമ്മുടെ വീട്ടിൽ ആർക്കും ഉണ്ടാകരുത്, നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകരുത്, നാട്ടിലും ഉണ്ടാകരുത്. അപ്പൊ ഒരു ശ്രദ്ധയുണ്ടല്ലോ, അതിലേറെ ശ്രദ്ധ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും നരകത്തിലായി പോകരുത് എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനുള്ള ശ്രമം ഉണ്ടാകണം, ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. നോക്കൂ, ആ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ചില രംഗങ്ങൾ സൂറത്ത് മറിയമിൽ കാണാം. അത് അദ്ദേഹം പിതാവിനോട് പറയാണ്, ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപ്പ, യാ അബത്തി എന്ന് പറഞ്ഞ വല്ലാത്ത സ്നേഹവും ബഹുമാനൊക്കെ ചാലിച്ചുള്ള വിളിയാണ്. യാ അബത്തി, പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഒന്നും കേൾക്കാത്ത, ഒന്നും കാണാത്ത, അങ്ങേക്കൊരു ഉപകാരവും ചെയ്യാത്ത ഇവയെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? പിതാവിനോട് വീണ്ടും പറഞ്ഞു, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയ്യ. അദ്ദേഹം പറഞ്ഞു, ഉപ്പ, പൊന്നു പിതാവേ, അങ്ങേക്ക് വന്നു കിട്ടാത്ത ചില അറിവുകൾ എനിക്ക് വന്നു കിട്ടുന്നുണ്ട്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അതുകൊണ്ട് ചില ഇൽമ് എനിക്ക് വന്നു കിട്ടുന്നുണ്ട്, അങ്ങേക്ക് ലഭിക്കാത്തത്. അതുകൊണ്ട് ഇതൊന്ന് കേൾക്കൂ ഉപ്പ, ഈ പറയുന്ന ഈ കാര്യങ്ങളൊന്ന് കേൾക്കൂ നിങ്ങൾ, ഞാൻ നല്ല വഴി കാണിച്ചു തരാം എന്ന് പിതാവിനോട് പറഞ്ഞു. കേട്ടില്ല. വീണ്ടും പറയുന്നുണ്ട്, യാ അബതി ലാ തഅബുദി ശൈത്വാൻ. ഉപ്പ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ. പിശാച് തന്റെ റബ്ബിനെ, റഹ്മാനായ റബ്ബിനെ ധിക്കാരിയാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കരുത് ഉപ്പ. ഇങ്ങനെ പറയണം, വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ. യാ അബതി, വീണ്ടും പറയണം, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ. ഉപ്പ, റഹ്മാനായ റബ്ബിന്റെ അരികന്ന് അങ്ങേക്കൊരു ശിക്ഷ വരുന്നത് ഞാൻ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പിശാചിന്റെ മിത്രമായി തീരും, നിങ്ങൾ അതിന് മാറി നിൽക്കണം ഉപ്പ എന്ന് അദ്ദേഹം പറഞ്ഞു. സ്നേഹത്തോടെ ബഹുമാനത്തോടെ, കയർത്തുകൊണ്ടല്ല, സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. പാപ്പാന്റെ നിലപാടെന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഖാല അറാഹിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, എന്റെ ഈ ആരാധ്യ വസ്തുക്കൾ നീ വെറുക്കുകയാണോ? വിട്ടുപോയിക്കോ, എറിഞ്ഞുകൊള്ളും, കുറച്ചു കാലം വിട്ടുനിന്നോ, ദീർഘകാലം വിട്ടുനിന്നോ എന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ ബഹുമാന്യ വിശ്വാസികളെ, നാളെ പരലോകത്ത് ആ ആസർ എന്ന ബാപ്പാക്ക് മോനോട് പറയാൻ പറ്റൂല, മോനെ നിനക്ക് ഇത് മനസ്സിലായിട്ട് എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ, എനിക്ക് നീ പറഞ്ഞു തന്നില്ലല്ലോ, എന്നെ നീ ഒരു വിളിച്ചില്ലല്ലോ എന്ന് ആ ആസറിന് പറയാൻ പറ്റുമോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട്? ഇല്ല. ഇനി നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരിക. ഇപ്പോഴും ഷിർക്കും വികല വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി കഴിയുന്ന ആൾക്കാര് നമ്മുടെ കുടുംബത്തിലുണ്ടോ? പല വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം, പല വിഷയങ്ങളും അവരുമായി ഷെയർ ചെയ്തിട്ടുണ്ടാകാം. ഒരിക്കലെങ്കിലും അവർ ഒരു പക്ഷേ അല്ലാഹുവല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ സഹായം ചോദിക്കുന്ന ആളാകാം, ഇസ്തിഗാസ ചെയ്യുന്ന ആളാകാം. തന്റെ മുന്നിൽ, താൻ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു അപകടം മുന്നിൽ കണ്ടാൽ ബദരീങ്ങളെ എന്ന് പറഞ്ഞ് സഹായം ചോദിക്കുന്നവരാകാം.
അവരെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ ആ ബദർ ശുഹദാക്കൾക്ക് പ്രയാസം ഉണ്ടായപ്പോ, അവർ ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ അവർ അല്ലാഹുവോട് മാത്രം ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളുടെ നേതാവാണ്. അവർ ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലാ തുഅബദ് ഫിൽ അർദ് എന്നാണ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ അൻജിസ്നി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലാ തുഅബദ് ഫിൽ അർദ് എന്ന് പറഞ്ഞ് അല്ലാഹുവോടാണ് ആ ബദരീങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി ദുആ ചെയ്തത്. ആ ബദരീങ്ങൾ ദുആ ചെയ്തത്, ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവോടാണ്. അതുപോലെ നമുക്കും പ്രയാസം ഉണ്ടാകുമ്പോ, സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ ആ ബദർ ശുഹദാക്കൾ ചെയ്ത പോലെ അല്ലാഹുവോട് മാത്രമാ ചെയ്യേണ്ടതെന്ന് നമ്മുടെ കുടുംബത്തിൽ അത്തരം ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിസ്കരിക്കുമ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി റോട്ടിലെത്തുമ്പോൾ അപകടം മുന്നിൽ കണ്ടാൽ മുത്തുനബിയെ കാക്കണേ എന്നാണ് വിളിക്കുന്നത്. ഈ പറഞ്ഞത് എന്തായിരുന്നു? വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടും. നേരെതിരല്ലേ എന്ന് വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ പലരുടെയും ഉപ്പമാർക്ക്, പലരുടെയും ഉമ്മമാർക്ക്, പലരുടെയും മക്കൾക്ക്, പലരുടെയും സഹോദരങ്ങൾക്ക്, ചിലരുടെയെങ്കിലും ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്? ശ്രമിക്കുക നാം. ഇനി നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ കൂടെ സൽപ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കി, തന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം പങ്കാളിയാക്കി. ആ കഅബ പടുത്തുയർത്തുന്ന രംഗമുണ്ടല്ലോ, ആ സമയത്ത് ഖുർആൻ പറയുന്നുണ്ട്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നോക്കൂ, അദ്ദേഹം ഒറ്റക്കല്ല. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്, ആ കഅബയുടെ അസ്തിവാരങ്ങൾ പടുത്തുയർത്തുകയാണ്, അടിത്തറ പടുത്തുയർത്തുകയാണ്. ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. മകനെ കൂട്ടി എന്നിട്ട് ദുആ ചെയ്ത ശേഷം റബ്ബേ നീ കബൂലാക്കണേ. നമ്മൾ ആലോചിക്കുക, നമ്മിൽ പല സഹോദരങ്ങളുടെ സ്ഥിതി എന്താണെന്നറിയോ? ദീനുമായി വലിയ ബന്ധം അവർക്കുണ്ടാവും, പള്ളിയുമായി ബന്ധമുണ്ടാവും, ദീനി ദഅവാ രംഗവുമായി ബന്ധമുണ്ടാവും. പക്ഷേ മക്കളെ കൂട്ടാറില്ല. വാപ്പ സുബഹിക്ക് ഒരു പക്ഷെ പള്ളിക്കെത്തും, മകനെയോ മകൻ സുഖമായിട്ട് ഉറങ്ങട്ടെ. ഇങ്ങനെയാണോ വേണ്ടത്? ആ മക്കൾ നമ്മുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണ്ടേ? ഒന്നിച്ച് സ്വർഗത്തിൽ ഉണ്ടാകണം നമ്മുടെ ആഗ്രഹമല്ലേ? അതിനുവേണ്ട പരിശ്രമം നമ്മൾ നടത്തേണ്ടതില്ലേ? ശ്രദ്ധിക്കുക. അതുപോലെ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കുറെ പ്രാർത്ഥനകളുണ്ട്. അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ എന്നാണ്. തന്നിൽ അതുപോലെ മക്കളിൽ ശിർക്ക് വരരുത് എന്ന ആഗ്രഹം, അതിനുള്ള പ്രാർത്ഥന അദ്ദേഹം നടത്തുക. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ പലതും നമ്മൾ നടത്താറുണ്ട് പ്രാർത്ഥന, അല്ലേ? അവരെ ഒരു മകൻ ഗൾഫിലേക്ക് പോവാൻ, ജോലി ആവശ്യാർത്ഥം, അവന്റെ പല സംഗതികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും. അല്ലാഹുവേ യാത്ര എളുപ്പമാക്കണേ എന്ന്, ജോലി എളുപ്പമാക്കണേ എന്ന്, അതുമായി ബന്ധപ്പെട്ട അങ്ങനെ തുടങ്ങിയുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, നടത്തേണ്ടതാണ്. പക്ഷേ ആ മകന്റെ ദീൻ കൈവിട്ടു പോകരുത്. ആ മകന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവനാകണം അവൻ. നിസ്കാരം അവൻ ഒഴിവാക്കാൻ പാടില്ല, ഫർളായ ഒന്നും ഒഴിവാക്കാൻ പാടില്ല, ഹറാമിലേക്ക് എത്തുന്ന അവസ്ഥ അവൻ ഉണ്ടാകരുത് എന്നൊക്കെ പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ ഒന്നിച്ച് കുടുംബസമേത സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരല്ലേ? ആ ഒരു ശ്രമം ഉണ്ടാകണം, ഒപ്പം പ്രാർത്ഥനയും ഉണ്ടാകണം. ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജർ, നമുക്കറിയാം ആ ഭാര്യ, നമുക്കറിയാം വാർദ്ധക്യത്തിന്റെ സമയത്താണ് അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടി ഉണ്ടാകുന്നത്, അല്ലെ? അത്രയും കാലം മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടു.
ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാർദ്ധക്യത്തിൽ സന്താനം ഉണ്ടായി. സന്താനം ഉണ്ടാകുന്നത് വരെ ആ ഇല്ലാത്ത പരീക്ഷണം. സന്താനം ഉണ്ടായപ്പോൾ അടുത്ത പരീക്ഷണം എന്താ? നമുക്കറിയാം, മക്കയിൽ കൊണ്ടുപോയി പാർപ്പിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ഉത്തരവ്. മക്ക എന്ന് ഇന്ന് പറയുമ്പോ മക്ക കണ്ടവർക്ക്, ഹറമും പ്രദേശവും കണ്ടവർക്ക് ആ ക്ലോക്ക് ടവറും അമ്പരച്ചുംബികളായി ബിൽഡിംഗ് ഓർമ്മ വരും ഇന്ന്. എന്നാൽ അന്ന് ഇതൊന്നുമില്ലാത്ത കാലമാണ്, മണലാരണ്യമാണ്. അവിടെ താമസിപ്പിച്ച് പോരണമെന്നാണ് അള്ളാന്റെ ഉത്തരവ്. അത് നിർവഹിക്കണം. നിർവഹിച്ചു അദ്ദേഹം. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു സ്റ്റാൻഡ് വിശ്വാസികളെ മനസ്സിൽ കുറിച്ചിടുന്ന എന്താണെന്നറിയുമോ? ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത്, അദ്ദേഹം ആ ഭാര്യയെയും ആ ചോര പൈതൽ എന്ന ഇസ്മായിൽ എന്ന കുഞ്ഞിനെയും അവിടെ താമസിപ്പിച്ചു. അള്ളാന്റെ ഉത്തരവിന് തിരിഞ്ഞ് പോരണമെന്ന്, തിരിഞ്ഞ് നടക്കണം. പോരുമ്പോ മഹദി ഹാജർ പിന്നാലെ വന്ന് ചോദിച്ചു, യാ ഇബ്രാഹിം അയ്ന തദ്ഹബ് വതതുർകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസും വലാ ശൈ. ഇബ്രാഹിം, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ഒരു മനുഷ്യനും ഒന്നും സഹായിക്കാനില്ലല്ലോ ഇവിടെ. ഈ മണലാരണ്യത്തിൽ, ഈ താഴ്വരയിൽ ഞങ്ങൾ വിട്ടിട്ട് എങ്ങോട്ടാ ഇബ്രാഹിം നിങ്ങൾ പോണത്? അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല, തിരിഞ്ഞു നടക്കുകയാണ്. കുട്ടിയെ, അവിടെയുള്ള ചെറിയ ഒരു മരുഭൂമി ആ നിലക്കുള്ള പ്രദേശമാണല്ലോ, ചെറിയൊരു മരമുണ്ട്, അതിന്റെ ചുവട്ടിൽ അവിടെ കിടത്തിയിട്ടുണ്ട് കുട്ടിയെ, ഈ ചോര പൈതലിനെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കുകയാണ്. ഭാര്യ പിന്നാലെ വന്ന് വീണ്ടും ചോദിച്ചു, മറുപടി ഇല്ല. വീണ്ടും ചോദിച്ചു, ഇതെങ്ങനെ നടക്കുകയാണ്? മഹദി പിന്നാലെ വന്നിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നടന്നു, കുട്ടി കുറെ പുറത്താണ്, ഒരു മറുപടി ഇല്ല. ആ സമയത്ത് ഒരു ചോദ്യം കൂടെ ചോദിച്ചു ഹാജർ. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്താ ചോദ്യം എന്നറിയാം? നമ്മുടെ മനസ്സിൽ കോറി വെക്കണം. ഇബ്രാഹിം, അള്ളയാണോ അങ്ങയോട് കൽപ്പിച്ചത്? എന്നെയും അങ്ങയുടെ ഭാര്യയായ എന്നെയും നമ്മുടെ ആ കിടക്കുന്ന വൈകിയുണ്ടായ ചോര പൈതലിനെയും ഇവിടെ വിട്ടു പോകണം എന്നാണ് ഉത്തരവാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ ഹാജർ, അതെ, അള്ളാഹുന്റെ തീരുമാനം, അള്ളാഹുന്റെ ഉത്തരവാണ്. ആ സമയത്ത് മഹദി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അവിടുന്ന് അവര് പറഞ്ഞു, ഇദൻ ലാ യുവയ്യിഉനാ, എങ്കിൽ ആ അള്ളാഹ് ഞങ്ങളെ കൈവിടൂല, ആ റബ്ബ് ഞങ്ങളെ ഒരു പാഴാക്കുകയില്ല. ഇതും പറഞ്ഞിട്ട് അവരെന്തറിയോ? ആ കുഞ്ഞിന്റെ അരികിലേക്ക് തിരിച്ചുപോയി. ബഹുമാന്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മിൽ നടക്കുമ്പോൾ റബ്ബിന്റെ തീരുമാനം ആണല്ലേ, അതിലൊരു ഖൈറുണ്ടാവും, അതിലൊരു ഖൈറുണ്ടാവും. ആ നിലക്ക് നിൽക്കാൻ സാധിക്കണം നമുക്ക്. അപ്പോ നമ്മുടെ കുടുംബത്തെയും ആ രീതിയിൽ അള്ളാഹുവിന് ചില പരീക്ഷണങ്ങൾ വരുമ്പോ അത് ഫേസ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. പതറിപ്പോകരുതെന്ന് പറയാൻ നാം മറന്നു പോകരുത്. ആ ഒരു വിശ്വാസം അവിടെ മനസ്സിൽ രൂഢമൂലമാക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ സ്വർഗത്തിൽ കുടുംബസമേതം എത്താൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിവും നമുക്കുണ്ടാകണം. ആ സ്വർഗത്തിൽ കുടുംബസമേതം എത്താൻ ആഗ്രഹിക്കണം, അതിന് പരിശ്രമിക്കണം, അതിന് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുടുംബത്തെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സൂചിപ്പിച്ച പോലെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമാകണം, ഈ ദുനിയാവിൽ ഇനി എന്ത് കുറവ് മാറും, ഇവിടെ നിന്ന് പ്രയാസവും സംഗതി ഉണ്ടായാലും അവിടെ കുടുംബസമേതം സ്വർഗത്തിലുണ്ടാകും. അതിന് കുടുംബത്തിലെ ആളുകള് 3 കാര്യങ്ങൾ. ഒന്ന്, ഫർളായത് ഒന്നും ഒഴിവാക്കുന്നില്ല, ഇത് ഉറപ്പുവരുത്തും. ഹെറാമ് ചെയ്യുന്നില്ല. ഈ ഹെറാം ചെയ്യുന്നില്ല എന്ന് മക്കള് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വാപ്പാക്കുമ്മക്ക് അറിഞ്ഞോളുന്നില്ല. പക്ഷെ ആ ഒരു ബോധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുതിയൊരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ്.
മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾ ഇങ്ങനെ കുറെ ആലോചിക്കുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്ത സമയം അവർക്ക് ദീനിയായ അറിവ് ഇതിന്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതുണ്ടാക്കി കൊടുക്കണം. അവരെ ഏത് കോഴ്സിനെ പഠിക്കുകയാണെങ്കിലും വിടുകയാണെങ്കിലും ഇതുണ്ട്, ഈ ബേസ് ഉണ്ടാക്കി കൊടുക്കണം. അത് മറന്നു പോയി അത് ചെയ്തു കൊടുക്കാതെ വേറെ കുറെ സൗകര്യം ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അതൊക്കെ പരാജയത്തിലായിരിക്കും ചിലപ്പോ. അതുകൊണ്ട് ദീനീ വിദ്യാഭ്യാസം നമ്മൾ ശരിക്ക് അത് മക്കൾ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം. വലുതായിട്ട് എന്റെ വാപ്പ എനിക്ക് ദീനീ ബോധം ഉണ്ടാക്കി തന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അറിവ് പകർന്നു തരാൻ അതിന്റെ സൗകര്യം ഉണ്ടാക്കി തന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. അതുപോലെ മറ്റു ഭൗതിക തലങ്ങൾ ഏതൊക്കെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചൊക്കെ പഠിപ്പിക്കുക, ആ നിലയ്ക്ക് ചെയ്യാം. ഒപ്പം മതം പഠിപ്പിക്കാൻ, ദീൻ പഠിപ്പിക്കാൻ പറ്റിയ കഴിവുള്ള മക്കളെ വിടാൻ മറന്നുപോകും. അത് മഹല്ലടിസ്ഥാനത്തിലൊക്കെ ആലോചിക്കണം. ആ നിലക്കുള്ള ഒരു ചിന്ത ഉണ്ടാവണം. കുറച്ച് കുട്ടികളെ അറബി കോളേജുകൾ ആ നിലക്കുള്ള ദീനി സ്ഥാപനങ്ങൾ വിടുക, ദീൻ പഠിക്കട്ടെ. ഭാവിയിൽ ഖുതുബ നിർവഹിക്കാൻ മക്കൾ ഉണ്ടാകണം. ദഅവ പ്രവർത്തനങ്ങൾ അവരുണ്ടാകണം. ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ അവരുണ്ടാകണം. ആ നിലക്ക് ഉള്ള മക്കൾ ഈ പ്രദേശത്ത് ഉണ്ടാകണം. അതിനുള്ള ഒരു ശ്രമം മഹല്ലടിസ്ഥാനത്തിലും ആ നിലക്കുള്ള ദീനി ദഅവ കൂട്ടായ്മയുടെ ആ തലത്തിലൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഒപ്പം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, എന്റെ മക്കളിൽ ആരെങ്കിലും അങ്ങനെ ഒന്ന് വാർത്തെടുക്കാൻ പറ്റുമോ? ഒരു ആലോചന, ഒന്ന് ആലോചിക്കും. മക്കളുമായിട്ട് കൂടി ആലോചിക്കും. ആ രീതിയിൽ ഒരു ശ്രമം ഉണ്ടാകാൻ. കുടുംബസമേതം സ്വർഗത്തിലെത്തണം, നരകത്തിൽ രക്ഷപ്പെടണം. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്ത് തഹ്രീമിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഒക്കെ അറിയാവുന്ന ആയത്താണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും മക്കളെയും നരകത്തിൽ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന അള്ളയാണ്. അള്ള രക്ഷപ്പെടുത്താൻ വേണ്ട യോഗ്യത നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകണം. നമുക്കുണ്ടാകണം, കുടുംബത്തിനും ഉണ്ടാകണം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. വഖൂദുഹൻ നാസു വൽ ഹിജാർ, ആ നരകത്തിലെ ഇന്ധനം മനുഷ്യരും കല്ലും മിക്സ് ചെയ്ത് കത്തിക്കപ്പെടുന്ന ആ നരകത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമെന്നാണ്. അലൈഹ മലായികത്തുൻ ഖിലാഉൻ ഷിദാദ് ലാ യഅസുറല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ആ നരകത്തിന്റെ പാറാവുകാരായി, കാവൽക്കാരായി ചില മലക്കുകളുണ്ട്. ഖിലാഉൻ ഷിദാദ്, റഫാനവർ, പരുഷ സ്വഭാവികളാണ്. അങ്ങനെയുള്ള മലക്കുകളുണ്ട്, കാവൽക്കാരതിന്. ആ നരകത്തിന്ന് നിങ്ങളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ട യോഗ്യത ഉണ്ടാക്കണം എന്നാണ്. ആ മലക്കുകൾ അല്ല എന്ത് പറഞ്ഞു അതപ്പടി അനുസരിക്കും, ഒരു നിലക്കും ധിക്കാരം കാണിക്കാത്തവരാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് നമ്മളൊരു ശ്രമം, പ്രത്യേകിച്ച് സാന്ദർഭികമായി കുടുംബസമേത സ്വർഗത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹം, ഒപ്പം അതിന് കൂടെ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. മക്കളെ എവിടെ ചേർക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു മൂല്യബോധം ഉണ്ടാകുന്ന ഏത് രംഗം അവർ പഠിച്ചാലും ആ മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന് ബോധമുണ്ടാകണം. ആ നിലക്കുള്ള കാര്യങ്ങൾ ഉള്ള മോളായി വളർത്തിക്കൊണ്ടുവരണം. അതിനുള്ള ശ്രമം ബോധപൂർവം ചെയ്യേണ്ട സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അങ്ങനെ ഒരു പക്ഷെ അവർ പഠിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട അത്തരം വിദ്യാഭ്യാസം ലഭിക്കാനില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ CRE എന്നൊക്കെ പറയുന്ന കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങളുണ്ട്. അത്തരം മക്കൾക്ക് ഇടക്ക് വെച്ചിട്ട് മതവിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ഡിഗ്രി ഒക്കെ തലത്തിൽ പഠിക്കുന്ന മക്കൾക്ക് വിദ്യാഭ്യാസം തുടരാനുള്ള സംവിധാനമാണ്. ഉപയോഗപ്പെടുത്തുക. രക്ഷിതാക്കൾ അതൊക്കെ കണ്ട് ആ നിലക്കുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല കുടുംബസമേതം സ്വർഗത്തിലെത്താൻ ഒരു നിബന്ധന വെക്കുന്നുണ്ട്. കുടുംബത്തിലെ എല്ലാവർക്കും അതിന് യോഗ്യത ഉണ്ടാകണം. വാപ്പാക്കും ഉമ്മാക്കും യോഗ്യത ഉണ്ട്, ആ കെയർ ഓഫിൽ മക്കൾ സ്വർഗത്തിലെത്തൂല. അല്ലെങ്കിൽ മക്കൾക്ക് യോഗ്യത ഉണ്ട്, അതിന്റെ പേരിൽ ആപ്പിന്നി സ്വർഗത്തിലെത്തൂല. അല്ലെങ്കിൽ ഭാര്യയുടെ യോഗ്യത കൊണ്ട് ഭർത്താവിന്റെ യോഗ്യത കൊണ്ട് ഭാര്യക്കോ സ്വർഗത്തിലെത്താൻ കഴിയില്ല. സൂറത്തു റഅദിലെ 23-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ജന്നത്തു അദ്ൻ, ആ
നിത്യവാസത്തിന്റെ സ്വർഗീയ തോപ്പുകൾ. യദ്ഖുലൂനഹ, വിശ്വാസികൾ മുത്തഖീങ്ങൾ അതിൽ പ്രവേശിക്കും. അവർ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, സ്വാലിഹീങ്ങളായ അവരുടെ മാതാപിതാക്കൾ, സ്വാലിഹീങ്ങളായ അവരുടെ മക്കൾ, സ്വാലിഹീങ്ങളായ ഇണകൾ. തിരിച്ചൊരർത്ഥം ഉണ്ട് അവിടെ. എന്താണ്? അവർ പ്രവേശിക്കും. അവർ മക്കൾ സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ അവർ പ്രവേശിക്കൂല. അവിടെ ഇണകൾ സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ പ്രവേശിക്കൂല. മാതാപിതാക്കൾ സ്വാലിഹീങ്ങൾ അല്ലെങ്കിൽ അവർ പ്രവേശിക്കൂല. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായി, വ്യക്തിപരമായി തന്നെ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത ഉണ്ടാണ്. അവിടെ ഒരാള് ഒരു ഹജ്ജിന് പോകുമ്പോൾ പാസ്പോർട്ട് വരെ, പാപ്പാന്റെ പാസ്പോർട്ട് മക്കൾക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇവിടെ വരെ എങ്ങനെ അള്ളാന്റെ കോടതിയുടെ സിസ്റ്റം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ആ യോഗ്യത ഉണ്ടെന്ന് വരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന നല്ലവരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. എന്താണ്? റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്നൊക്കെ കൺകുളിർമ നൽകി. ഖുർറത്തു അയ്യുൻ, ഖുർറത്ത് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണ് അറബിയിലർത്ഥം. ഖുർറത്ത് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണ് അറബിയിലർത്ഥം. ഖുർറത്തു അയ്യുൻ, കണ്ണിന്റെ തണുപ്പ് എന്നാണ് ശരിക്കും അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ കുളിർമ, തന്റെ ഇണയെക്കുറിച്ച്, ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം, ഇത് നൽകണേ. അപ്പൊ ഈ ഒരു പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, കുടുംബസമേത സ്വർഗത്തിൽ എത്താനുള്ള ആഗ്രഹം. 2, അതിനുള്ള ശ്രമം. 3, അതിനുള്ള പ്രാർത്ഥന. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നന്നായി ശ്രമിച്ചു. ആ പിതാവിന് ഹിദായത്ത് കിട്ടിയില്ല. പിതാവ് നരകത്തിലായി പോകും. പക്ഷെ പരലോകത്തെ ബാപ്പാക്ക് പറയാൻ കഴിയില്ല, മോനെ നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. നമ്മുടെയൊക്കെ പലരുടെ കുടുംബത്തിലെ പലർക്കും അവിടെ ചെറുപക്ഷെ പറയാണ്ടാവും, നിനക്കത് മനസ്സിലായിട്ട് ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ മറുപടി, നീ ഇങ്ങനെ ചെയ്യുന്നത് മുത്തുനബിയെ കാക്കണേന്ന് ഇസ്തിഹാദ ചെയ്യുന്നു, ഞാൻ ഇപ്പൊ പറഞ്ഞാല് ഈ എന്നെ പറ്റി വിചാരിക്കാന്ന് ഞാൻ വിചാരിച്ചതൊക്കെ അവിടുന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ബാധ്യത തീർക്കലും കൂടെയാണ്. ഒരു സ്നേഹത്തോടെ ഇടപെടുക, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങളുള്ള നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാം പ്രവേശിപ്പിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പല സഹോദരന്മാരുണ്ട്. പലരും ഇവിടെ അസുഖങ്ങളുള്ളവരുണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വീടുകളിലൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല പൂർണ്ണ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.